സമയവും ജോലിയും. 25 ആളുകൾ 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും. ജോലി ആരംഭിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം 5 പേർ പിരിഞ്ഞുപോയി. ബാക്കിയുള്ളവർക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയും? ആളുകൾ, ദിവസങ്ങൾ. 25 ആളുകളുടെ അവിടെ നമ്മൾ 25 എന്ന് എഴുതുക. 25 ആളുകൾ 12 ദിവസം കൊണ്ട്, ദിവസങ്ങളുടെ അവിടെ 12 എന്ന് എഴുതി. അപ്പോൾ 25 ആളുകൾക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ജോലി ആരംഭിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം, അപ്പോൾ ജോലി തുടങ്ങിയിട്ട് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ 4 ദിവസം കഴിഞ്ഞു വെച്ചാൽ ഇനി ബാക്കി എത്ര ദിവസമുണ്ട്? ഇപ്പോൾ 12 ദിവസമുണ്ട്, അതിലത്തെ 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ 12 കുറയ്ക്കണം 4, ഇനി 8 ദിവസമേ ഉള്ളൂ. ഇനി 8 ദിവസമേ ഉള്ളൂ ഈ ജോലി പൂർത്തിയാക്കാൻ. എത്ര ആളുകൾക്ക്? 25 ആളുകൾ തന്നെയാണ്. ഇപ്പോൾ 25 ആളുകൾക്ക് 12 ദിവസം ഉണ്ടായിരുന്നു ജോലി തീർക്കാൻ. അതിലത്തെ 4 ദിവസം ഇപ്പോൾ കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി എത്ര ദിവസമേ ഉള്ളൂ? 8 ദിവസമേ ഉള്ളൂ. 12 4 കുറച്ചാൽ 8 ദിവസമേ ഉള്ളൂ. അപ്പോൾ 25 പേർക്ക് ഇനിയിപ്പോൾ ഈ ജോലി പൂർത്തിയാക്കാൻ 8 ദിവസമുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? 4 ദിവസങ്ങൾക്ക് ശേഷം 5 പേർ പിരിഞ്ഞു പോയി. ഇവിടെ 25 ആളുണ്ട്, അതിലത്തെ 5 പേർ പിരിഞ്ഞു പോയി. അപ്പോൾ ഇനി എത്ര ആളുണ്ട്? 25ന്ന് 5 കുറച്ച് ഇനി 20 പേരേ ഉള്ളൂ. 20 പേരാണുള്ളത്. അപ്പോൾ 25 പേർക്ക് 8 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാമായിരുന്നു. പക്ഷേ അതിലത്തെ 5 പേര് പോയതുകൊണ്ട് ഇനി 20 പേർക്ക്, ബാക്കിയുള്ളവർക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയും? അപ്പോൾ നമുക്ക് ഇതാണ് കാണേണ്ടത്. 20 പേർക്ക് എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുക്കണ്ട, ഇതെടുക്കണ്ട. 25 പേർക്ക് 8 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ കഴിയും. 20 പേർക്ക് എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ കഴിയും? നമ്മൾ എന്താ ചെയ്യുക? 25നെ 8 കൊണ്ട് ഗുണിക്കുക. 25 × 8/20 കൊണ്ടായിരിക്കുക. 25 × 8 ഗുണിച്ചാൽ 200 വരും. /20. നമുക്കിതിലൊരു 0 വെട്ടിക്കളഞ്ഞാൽ 20/2 10 എന്ന് കിട്ടും. അതായത് 20 പേർക്ക്, ബാക്കിയുള്ളത് 20 പേരാണ്, 20 പേർക്ക് 10 ദിവസം കൊണ്ട് ഈ ജോലി പൂർത്തീകരിക്കാം.